ശ്രമിക്കുന്നവർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് വിപണിയിലെ നിലനിൽക്കുന്ന വ്യത്യസ്ത വില. കേരളത്തിൽ പോലും ഓരോ കടയിലും ചിലപ്പോൾ ഓരോ വിലയായിരിക്കും. ഇത് വിപണിയിലെ കിടമത്സരങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ഇനി ആശങ്ക വേണ്ട, വിലയിലെ ഈ കൺഫ്യൂഷൻ വൈകാതെ ഇല്ലാതായേക്കും. സ്വർണ്ണാഭരണങ്ങൾക്ക് രാജ്യമെമ്പാടും ഏകീകൃത വില ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അസോസിയേഷനുകൾ. എറണാകുളത്ത് ചേർന്ന ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത്. നിലവിൽ 3% GST, 12.5% ഇറക്കുമതി തീരുവ, 2.5% സെസ് എന്നിങ്ങനെ ദേശീയ തലത്തിൽ ഒറ്റ നികുതിയാണെങ്കിലും ഓരോ സംസ്ഥാനത്തും സ്വർണ്ണാഭരണങ്ങൾക്ക് വ്യത്യസ്ത വിലയാണുള്ളത്. ഭീമ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനാണ് കേരളത്തിൽ കാലങ്ങളായി എല്ലാ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം, രൂപയുടെ മൂല്യം, 24 കാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക്, മുംബൈ വിപണിയിലെ സ്വർണ്ണവില എന്നിവ അവലോകനം ചെയ്താണ് ഓരോ ദിവസവും വില നിർണയം. ഇടക്കാലത്ത് AKGSMAക്ക് പുറമെ ജസ്റ്റിൻ പാലത്ര നയിക്കുന്ന AKGSMA എന്ന അസോസിയേഷനും വില നിർണയത്തിലേക്ക് കടന്നിരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ മാർച്ച് 17-ന് AKGSMA നിശ്ചയിച്ച ഗ്രാം വില 6060 രൂപയായിരുന്നു. എന്നാൽ ജസ്റ്റിൻ പാലത്ര നയിക്കുന്ന AKGSMA തീരുമാനിച്ച വിലയാകട്ടെ 6025 രൂപയും. മറ്റു ചില അസോസിയേഷനുകളും സ്വന്തം നിലക്ക് വില നിർണയത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിപണിയിലെ അനാരോഗ്യകരമായ പ്രവണതകൾക്ക് തടയിടാനുമാണ് രാജ്യമെമ്പാടും ഏകീകൃത വില നിശ്ചയിക്കാൻ അസോസിയേഷനുകൾ ഒരുങ്ങുന്നത്. നിലവിൽ MP അഹമ്മദ് നയിക്കുന്ന പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്ത്യയിലെ എല്ലാ ഷോറൂമുകളിലും സ്വർണത്തിന് ഒരേ വിലയാണുള്ളത്. ഇതേ മാതൃകയാവും മറ്റു ജ്വല്ലറികളിൽ തുടരുക. അതോടെ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത വില എന്ന നിലവിലെ രീതി മാറും.